ആർമിസേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾ എന്നെ തച്ച് വായിപ്പിക്കും. അത്രക്കും നിങ്ങൾ കട്ട വെയിറ്റിംഗ് എനിക്കറിയാം. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആർമിസ് നമ്മൾ എവിടെ നിർത്തിയത്? പിന്നെ നമ്മുടെ തേക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നിടത്തല്ലേ? അത് അവിടെ നടക്കട്ടെ. പണിഷ്മെൻറ്റ് നടക്കുന്ന അതേ സമയം നമ്മുടെ വീട്ടിലെന്താ അവസ്ഥ എന്ന് നോക്കണ്ടേ? വാ, നമുക്ക് പോയി നോക്കാം. ജിന്നേട്ടൻ എവിടെയൊക്കെ? അല്ല, ഇതാരാ? ജൂണിയോ? നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോവാണോ? ചിമ്മി, ഞാൻ പുറത്തേക്ക് പോവായിരുന്നു. അപ്പോൾ ജിന്നേട്ടനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, അതാ. ആടാ, ഞാൻ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല, ഇവിടേക്ക് വന്നാരേ. അപ്പോൾ ജൂണി പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോരുന്നുണ്ടെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞങ്ങളെന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അതെന്തായാലും പൊളിച്ചു. യോഞ്ചി ഇവിടെ ഒറ്റക്കായിരിക്കുമല്ലോ. ഓക്കേടാ ജൂണി. ജിന്നേട്ടാ, എന്നാൽ നിങ്ങൾ പോയി വാ. എന്നാൽ ശരി, നിങ്ങൾ പെട്ടെന്ന് പോയിക്കോളൂ. ഓക്കെ. കുക്കിയും നമ്മുടെ തേയും വരുമ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂഞ്ചിയോടും കഴിക്കാൻ പറയണേ. എന്നാൽ ശരി, ഞങ്ങൾ പോയി വരാം. പിന്നല്ല, അതൊക്കെ ഓക്കെ, അതൊക്കെ സെറ്റ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വേഗം പോയിക്കോന്നേ. അങ്ങനെ ജൂണിയും ജിന്നും പുറത്തേക്ക് പോയി ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇതേ സമയം നമ്മുടെ ചിമ്മിന് വെറുതെ ഇരിക്കുമോ? യൂഞ്ചി, എനിക്കങ്ങ് വരാവോ? ഹലോ. ചിമ്മി, വാ, കയറി വാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, എൻ്റെ മോള് എന്ത് ചെയ്യുക? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വെറുതെ കിടക്കായിരുന്നു. അല്ല, എന്തിനാ വന്നേ? അതെന്താടി, എനിക്കല്ലാതെ ഇങ്ങ് വരാൻ പറ്റില്ലേ? പിന്നല്ലാതെ വരാൻ പറ്റുമല്ലോ. പക്ഷേ ഇപ്പോഴല്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്, അല്ലാതെ വരാൻ പറ്റില്ല. ഓഹോ, അത് നിനക്ക്, എനിക്കല്ല, മനസ്സിലായോ? ഇച്ചാനെന്തി ചെയ്യുന്ന? എന്നൊന്ന് വിട്ടേ, എന്നെ തൊടല്ലേ. ഇച്ച മാറിന്നേ. നീ എന്താ എന്നെ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ. അത് ചിമ്മി, അത് പിന്നെ ഫ്ലോയിൽ അങ്ങനെ വന്ന് വിളിക്കടി. ഒന്നുകൂടെ വിളിക്കാനാണ് നിന്നോട് പറഞ്ഞത്. അത് ചായ. പിന്നെ മറ്റൊരക്ഷരം മിണ്ടാൻ നമ്മുടെ ചിമ്മി നിന്ന് കൊടുത്തില്ല. അരികിൽ പതിയിട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ എൻ്റെ ദൈവമേ, നമ്മുടെ തേൻ്റെ അവസ്ഥ എന്താണാവല്ലേ? അതൊന്ന് പോയി നോക്കിയാലോ നമുക്ക്. എൻ്റെ ദൈവമേ. ഗുഡ് ഗേൾ, വിളിക്കേന്ന് വേഗം. ഇച്ചായ പോരെ, അതുപോലെ ഇപ്പോഴത്തേക്ക് ഇത് മതി, ഞാൻ പോവാം, ബൈ. അതും പറഞ്ഞ് കുക്കി അവിടെ നിന്ന് പോയി. ഇതേ സമയം നിങ്ങളെത്തിയോ? ഞാൻ കുക്കിയുടെ അമ്മയാണ്. ആണോ? ഞാൻ തേയുടെ അമ്മയാണ്. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നമുക്ക് പോയേക്കാം. എന്നാൽ ചിമ്മിയും യോഞ്ചിയും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരുടെയും ഫാമിലീസ് കൊറിയയിലെത്തി. കൊറിയയിൽ വെച്ചാണ് കേട്ടോ അവരുടെ വെഡ്ഡിങ്. അങ്ങനെ അവരെല്ലാവരും ഈ വീട്ടിലേക്ക് വന്നു താമസിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവരുടെയും അമ്മ. മക്കളെ, നിങ്ങൾ വന്നോ? വാ, ഇരിക്ക്, എല്ലാവരും ഇരിക്ക്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരെയും അവർ സോഫയിലിരുത്തി. അതിന് ശേഷം അമ്മ പറയാൻ തുടങ്ങി. ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തത് വെഡ്ഡിങ്ങിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ കുറച്ച് കാര്യങ്ങളൂടെ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. അല്ലമ്മേ, ഞങ്ങൾ വെഡ്ഡിങ്ങിനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലെന്താ ബാക്കിയുള്ളത്? ഞങ്ങളറിവിൽ അങ്ങനെയൊന്നുമില്ല.
അതെ, ഞാനും ജോണിയും അതുപോലെ കുക്കിയും ഞങ്ങൾ 3 പേരാണ് അതെല്ലാം ശരിയാക്കിയത്. ഇനിയിപ്പോൾ അതിൽ എന്താ കുറവുള്ളത് പറ അമ്മേ. ഈ നിങ്ങൾ ചെയ്ത എല്ലാ ഡെക്കറേഷനും അടിപൊളിയായിരുന്നു. ചിമ്മി നിൻ്റെ അമ്മ കാണാൻ പോയിട്ടുണ്ട്, അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമായെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ചിട്ടല്ല. അതെന്തായാലും ഫുൾ കംപ്ലീറ്റ് ആണ്. അതിനെക്കുറിച്ച് ഒരു കുറവുമില്ല, കൂടുതലുമില്ല. എന്തായാലും പൊളിച്ചിരിക്കുന്നു. അല്ല, അതൊന്നും അല്ലാതെ മറ്റെന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി കല്യാണത്തിന് വെറും 3 ദിവസമാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ പെണ്ണും ചെക്കനും ഇനി കാണാൻ പാടില്ല. എന്താ കാണാൻ പാടില്ലെന്നോ? അപ്പോൾ ഇനി കല്യാണം ആവുന്നത് വരെ കാണാൻ കഴിയില്ലേ കുക്കിയെ? എന്ത് ദൈവമേ, ഈ തേക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരാ തോന്നുന്നുണ്ട് കുക്കീൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോഴും കാണാൻ കഴിയാത്തതില്ല വിഷമിക്കുന്നത്. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാന്നുള്ള ചിന്തയല്ല. അതെന്തായാലും പോട്ടെ, വാ നമുക്കെന്തായാലും സ്റ്റോറിയിലേക്ക് പോയി നോക്കാം. 3 ദിവസം. ആഹാ, അതെന്തായാലും പൊളിച്ച്. ഈ കുക്കി എന്നെ പറ്റിച്ചിട്ട് ഇത് തന്നെ കിട്ടണം നിനക്ക്. എന്തേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്കത് പ്രശ്നമല്ല, അതുകൊണ്ട് അതങ്ങനെ തന്നെയാണ്. ഞാനെന്തായാലും ആൻറ്റി പറഞ്ഞതിൽ എന്തായാലും യോജിക്കുന്നു. അത് തന്നെയാണ് നല്ലത്. അതാവുമ്പോൾ കുറച്ചുകൂടി ത്രില്ലും ആവും. എൻ്റെ ജോണി ശവത്തിൽ കുത്തല്ലേ ഇവിടെ ഞാൻ. അതെ അതെ, ജോണി പറഞ്ഞ പോലെ ഞാനും അതിനെ കൊണ്ട് യോജിക്കുന്നു. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കും തോന്നുന്നു. ഏട്ടാ ചേട്ടായി, എനിക്കും ഒരു അവസരം. അപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിന്നെ ഞാനുണ്ടല്ലോ ഏട്ടാ എന്ന് വിളിച്ചെന്നാവുകൊണ്ട് നീ എന്നെ തെറി വിളിപ്പിക്കും. എൻ്റെ ദൈവമേ, ഡബിൾ പണി മൂട് ഓണമല്ലോ. അല്ല, അതിനുമാതിരി എന്തേ പറഞ്ഞോ? ദൈവമേ, ഇനി എനിക്കിട്ട പണി എപ്പോഴാണെന്നാവും വരൽ. കുക്കിയുടെ മാത്രമല്ലടാ, ചിന്നേട്ടെന്ന് വിളിച്ചോണ്ട് എൻ്റെ വകയും വരുന്നുണ്ട് പണി. വെയിറ്റ് ആക്കിക്കോ. ജോണി ചേച്ചി കണ്ടുക്കോ നീ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, കാണാൻ പാടില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മൊബൈൽ വിളിക്കാനും പോകണ്ട. 4 പേരുടെ മൊബൈൽ ഇപ്പം എനിക്ക് താ, ഇപ്പം തന്നെ. അമ്മ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നീ ഞാൻ പറഞ്ഞത് കേൾക്കുന്നോ അതോ എൻ്റെ ബണ്ണി മൂഡ് ഓണാക്കണോ? നിനക്ക് തീരുമാനിക്കാം എന്തായാലും. ചിമ്മി വേഗം എന്താ. അങ്ങനെ അവസാനം 4 പേരുടെ ഫോണും അമ്മ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി വെച്ചു. പെട്ടെന്നാണ് അവിടേക്ക് മറ്റേയാളുടെ എൻട്രി. ഹലോ ഗൈസ്, എന്നെ ഓർമ്മയുണ്ടോ? കല്യാണമൊക്കെ ആയപ്പോൾ നമ്മളങ്ങ് മറന്നോ? ആ സൗണ്ട് കേട്ടതും എല്ലാവരും ആ ഭാഗത്തങ്ങ് തിരിഞ്ഞു നോക്കി. ഹോബി പോയി ഓടിച്ചെന്ന് നമ്മുടെ ശുഗയെ ഹാക്ക് ചെയ്തു. ആഹാ, ചേട്ടൻ വന്നോ? നമ്മുടെ ഹോബിക്കുട്ടി ഹാപ്പി ആയല്ലോ മൈ ഡിയർ സൺഷൈൻ. ഒന്ന് പോടി യോഞ്ചി കൊച്ചേ. ഞാൻ എന്തോരം മിസ് ചെയ്തെന്നറിയോ എൻ്റെ അച്ഛനെ. അച്ചോടാ, എൻ്റെ പെണ്ണെന്നെ മിസ് ചെയ്തോ? അപ്പോൾ ആൻറ്റീസേ, അമ്മേ, എല്ലാവരോടും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വന്നിട്ട് സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് തീരുമാനിച്ചോളൂ. അതും പറഞ്ഞ് ശുഗ അവിടെയും കൊണ്ട് പുറത്ത് ഒരു ഗാർഡൻ, ചെറിയൊരു ഗാർഡനുണ്ട്, അവിടേക്ക് പോയി. ഡേ അടങ്ങി നിൽക്ക്. എന്തോ ഞാൻ നിന്നെ മിസ് ചെയ്തെന്ന് നിനക്കറിയോ? ഇനിയും എനിക്ക് പറ്റില്ല മോളെ ഇങ്ങനെ നിൽക്കാൻ. അരികിൽ പതിയിട നെഞ്ചിൽ ആരോ മൂളും രാഗം.
എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് ക്ലൈമാക്സ് എപ്പിസോഡായിരിക്കും. പിന്നെ അവരുടെ വെഡ്ഡിങ് ആണ്, കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വീട്ടിലെത്തിയിട്ടുള്ള ഉടനെ തന്നെ എഡിറ്റിങ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി. ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ആക്കുകയാണ്. ഞാൻ നാളെ അപ്ലോഡ് ആക്കുകയാണെന്ന് പറഞ്ഞത്, പക്ഷേ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കും ഞാൻ. അപ്പം പിന്നെന്താ, നിങ്ങളുടെ കമൻറ്റാണ് എന്നെ പെട്ടെന്ന് ഇവിടെ വന്ന് ഉടനെ തന്നെ ചെയ്യിപ്പിക്കാനുള്ള ഒരു മൂഡുണ്ടാക്കി. അതുകൊണ്ട് തന്നെ നാളെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നതായിരിക്കും. ഞാൻ ശ്രമിക്കുന്നതാണ്. നാളെ ഈവനിങ്ങിന് മുമ്പ് അടുത്ത എപ്പിസോഡ് ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എന്നാൽ ശരി.